പതിവ് പോലെ സഞ്ജുട്ടൻ ഓഫീസിൽ പോയി ഞാനും സുക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സുക്കുവിനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് രാവിലെ ക്ലീനിങ്ങിന് ഇറങ്ങി. ഇന്നത്തെ ക്ലീനിങ് നമ്മുടെ റൂമിൻ്റെ പുറത്തുള്ള ഇതുപോലൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് ഞാൻ തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സുക്കുവിനെ ഇതുപോലൊരു വണ്ടിയിലിരുത്തി എന്തെങ്കിലും കളിക്കാൻ കയ്യിൽ കൊടുക്കും. ഞാൻ ധൂപത്തിരി കത്തിച്ചപ്പോൾ അത് സാമിയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ സുക്കും കൂടി അടുക്കളയ്ക്ക് വന്നു. അടുക്കളയ്ക്ക് വന്നപ്പോഴാണെങ്കിലോ നല്ലവനായ ഉണ്ണി ഉലുവ പാത്രം എടുത്ത് താഴെ കമത്തി കളിയാണ്. ഇനി അവനെങ്ങനെ കൊണ്ടുനടന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവനെ പിടിച്ച് കിടത്തി ഉറക്കി. ഉലുവ പോയ സങ്കടത്തിൽ കുറച്ച് അലുവ എടുത്ത് കഴിച്ചങ്ങോട്ട് സമാധാനിച്ചു. ഈ അലുവയ്ക്ക് നല്ല ചക്ക വരട്ടിയതിൻ്റെ മണമായതുകൊണ്ട് തൊട്ടടുത്ത മാർക്കറ്റിലെ ഈച്ചകളെല്ലാം ഇന്ന് ഇവിടെയാണ് കേട്ടോ. ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചുറ്റും ഇതിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ചക്ക വരട്ടിയതിൻ്റെ മണമല്ലേ, എങ്ങനെ വരാതിരിക്കും. ഉച്ചയ്ക്കുള്ള ചോറിനുള്ള അരി കുക്കറിലിട്ട് ഞാൻ നേരെ കുളിക്കാൻ ചെന്നു കേട്ടോ. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ചോറായിട്ടുണ്ട്. ഇനി ഉച്ചത്തേക്കുള്ള കറി മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി കുക്കുംബർ അരിഞ്ഞ് അതിലേക്ക് ചീസ് ഇട്ടു. ഇനി നമ്മുടെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന 4 ക്യാപ്സിക്കത്തിൽ ഒരെണ്ണം എടുത്ത് ഞാൻ മുട്ടത്തോരൻ ഉണ്ടാക്കി. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ക്യാപ്സിക്കവും നന്നായി വാട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ചില്ലി ഫ്ലാക്സും പിന്നെ നമ്മുടെ മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ മുട്ട വറുത്ത് റെഡിയായി. അങ്ങനെ എൻ്റെ കറികളൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ സുക്കു എണീറ്റ് കേട്ടോ. സുക്കുവിന് ഇവിടെ പ്രത്യേകിച്ച് ആരും കളിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ ആ കൂട്ട്. അപ്പോൾ ഇനി പണികളൊന്നും നടക്കില്ല, സുക്കുവിൻ്റെ കൂടെ ഇരുന്ന് കളിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനി നമുക്ക് ഒരു ബീട്രൂട്ട് തോരനും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അവസാന ഘട്ടമായി ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരക്കിയിട്ട് തോർത്തെടുത്തു കേട്ടോ. ഇന്നത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. മുന്നേ പഠിച്ചിരുന്ന സമയത്തെ അമ്മ അടുക്കള വൃത്തിയാക്കാനായിട്ട് പറയുമ്പോൾ പല കാരണങ്ങൾ നമ്മൾ പറയുമായിരുന്നു. അതൊന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് പഠിക്കാനുണ്ട്, റെക്കോർഡ് എഴുതാനുണ്ട്, ഹോംവർക്ക് ചെയ്യാനുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ സ്വന്തമായൊരു അടുക്കളയായപ്പോൾ ഇപ്പോൾ മാറിയത് കണ്ടില്ലേ. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് പെയിൻറ്റിങ് ബാക്കി ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇരുന്നു കേട്ടോ.